ലക്ഷ്മി ഫാം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു മഴക്കാല സമയത്തൊക്കെ നമുക്ക് ധാരാളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ചേമ്പ്. ചീരച്ചേമ്പ് ഒക്കെ നമ്മൾ ധാരാളം ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ചീരച്ചേമ്പിനെ പോലെ തന്നെ ഏറ്റവും അധികം പോഷക ഗുണമുള്ള മറ്റൊരു ചേമ്പ് കൂടി നമ്മുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ നീലച്ചേമ്പ്. കണ്ടോ, ഇത് ഏകദേശം കണ്ടോ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഈ ഒരു മഴക്കാല സമയത്ത് ഈ ചേമ്പുകളൊക്കെ അടിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വളർന്നു വലുതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വലിയ ഒരുപാട് സംരക്ഷണങ്ങളൊന്നും നമ്മൾ കൊടുക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ചേമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചേമ്പിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം നമ്മളുടെ കയ്യിൽ ഒരുപാട് ചേമ്പിനങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഇത്രയധികം വളർന്നു വലുതായിട്ടുള്ള എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടാവാത്ത ഒരൈറ്റമാണ് നമ്മുടെ ഈ ഒരു നീലച്ചേമ്പ് എന്ന് പറയുന്നത്. ഇത് ചീരച്ചേമ്പിനെ തന്നെ വേറൊരു വെറൈറ്റി ഐറ്റമാണ്. അതുമാത്രമല്ല ഇതിനെ കിഴങ്ങ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും അധികം പോഷക ഗുണമുള്ളത് ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ തണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു കണ്ടോ കുറേ കടകൾ ഇങ്ങനെ നിറയെ വലുതായി ഇപ്പോൾ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കണ്ടോ ഈ ഒരു നീലച്ചേമ്പ് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം കറിക്ക് വേണ്ടിയിട്ട് എടുത്തുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചേമ്പ് മുറിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ ഇതിപ്പോൾ നല്ല വലുപ്പത്തിൽ ഈ ഒരു സമയത്ത് ഈ മഴക്കാല സമയത്താണ് ഈ ചേമ്പ് നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ച് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വളമായിട്ട് നമ്മുടെ പച്ചച്ചാണകവും അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സംരക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെയധികം പോഷക മൂല്യമുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു ചേമ്പ് കേട്ടോ. ഈ ഒരു ചേമ്പ് എന്നല്ല, എല്ലാ ചേമ്പും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ചേമ്പിന് പ്രത്യേകതകളുണ്ട്. കാരണം ഒരുപാട് കിഴങ്ങുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ ചേമ്പിന് കാണാറുള്ളല്ലോ. അപ്പോൾ അത് നമ്മുടെ ചീരച്ചേമ്പിനെ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു നീലച്ചേമ്പാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് കട്ടിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ധാരാളം ചെനപ്പുകൾ ഇങ്ങനെ പൊടിച്ച് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ മാറ്റി നടാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു മഴക്കാല സമയം എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്തെല്ലാം തന്നെ നമ്മുടെ ചീരച്ചേമ്പും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും അധികം പോഷകമൂല്യമുള്ള മറ്റൊന്നാണ് നമ്മുടെ ഈ ഒരു ചീരച്ചേമ്പും. പക്ഷേ ഇതിനിങ്ങനെ കണ്ടോ പച്ച തണ്ടാണ് കേട്ടോ. അപ്പോൾ ധാരാളം ചെനപ്പുകൾ വരും, നല്ല പൊക്കത്തിൽ വരും. ഏകദേശം എൻ്റെ ഹൈറ്റോളൊക്കെ ഈ ഒരു ചീരച്ചേമ്പ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു നീലച്ചേമ്പിനെയും വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കറി വെക്കാനാണെങ്കിൽ നമുക്ക് കണ്ടോ തേങ്ങയും അതുപോലെ തന്നെ ജീരകമൊക്കെ അരച്ചിട്ട് നമുക്ക് കറി വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരൊറ്റ തണ്ട് മതി നമുക്ക് കറി വെക്കാനായിട്ട് കേട്ടോ. പക്ഷേ നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ജീരകമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് നമ്മൾ കടുകും മുളകും അങ്ങനെയൊക്കെയുള്ള അതൊക്കെ വറുത്തിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ചുട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിതിനെ തോരൻ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. ചൂട് കൊടുക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആകെ എന്താ പറയുക നല്ല ഇതായി പോവും, അതായത് വെന്ത് പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറികൾക്കൊക്കെ ഇപ്പോൾ നല്ല വില കൂടിയ ഒരു സമയമാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ചീരച്ചേമ്പ് പോലെയുള്ള അല്ലെങ്കിൽ നീലച്ചേമ്പ് പോലെയുള്ള അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറികൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ തണ്ടൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ തണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പോഴേ അങ്ങനെ കൂമ്പിൻ്റെ ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്യരുത്. കാരണം അത് പുതിയ ഒരു തളിർപ്പ് വരുന്നതാണല്ലോ. അതുപോലെ തന്നെ അങ്ങനെ കുഴഞ്ഞ് വീണ് കിടക്കുന്ന തണ്ട് നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യരുത്. അല്ലാതെയുള്ള കുറച്ച് ഹെൽത്തായിട്ടുള്ള തണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യേ. കണ്ടോ, നമുക്കിന്ന് ഒരെണ്ണം കൂടി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ ഇതിൻ്റെ വയലറ്റ് തണ്ടാണ് കേട്ടോ ഉള്ളത്. കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇലയും നമുക്ക് തോരനായിട്ട് വെക്കാം. പക്ഷേ ഇതിൻ്റെ കിഴങ്ങ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. സാധാരണ രീതിയിൽ നമ്മുടെ ചേമ്പിനൊക്കെ വലിയ കിഴങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ ചേമ്പ് നട്ടുപിടിപ്പിക്കുക. പക്ഷേ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീരച്ചേമ്പ് പോലെ തന്നെ നമുക്ക് തണ്ടും അതുപോലെ തന്നെ ഇലയും ഒക്കെ നമുക്ക് തോരനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ധാരാളമായിട്ട് അയൺ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ഈ ഒരു നീലച്ചേമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ
ഇലക്കറികൾ വെക്കുമ്പോൾ ഈ ഒരു ചേമ്പൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇലയും തണ്ടൊക്കെ എടുത്തിട്ട് നല്ലൊരു തോരൻ വെക്കാം. ഒക്കെ നമ്മുടെ ഈ ഒരു നാടൻ ഇങ്ങനൊരു ഭക്ഷണമാണല്ലോ, നാടൻ ഒരു ഇലവർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്യേണ്ടതെന്ന്. നമുക്കിതിനെ ഇല മാത്രമായിട്ട് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കറിക്കോ തോരനോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചീന്തിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. കണ്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ കറിക്ക് അല്ലെങ്കിൽ തോരനൊക്കെ ആകുമ്പോൾ നമ്മുടെ വായിൽ ഇങ്ങനെ ഒന്ന് കടിക്കും. അപ്പോൾ അതൊന്ന് കടിക്കാതെ സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചീന്തി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നൈസായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കരുത്, അപ്പോൾ വെന്ത് പോവും. അങ്ങനെ അരിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കും, പലരുടെയും വീട്ടിലുണ്ടാവുമായിരിക്കും ഇത്. പക്ഷെ ഇതെങ്ങനെയാണ് നിങ്ങൾ തോരൻ വെക്കുന്നത്? പല സ്ഥലത്തും പല സ്റ്റൈലിലൊക്കെ ആവും തോരൻ വെക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളുടെ വീഡിയോയിൽ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് അറിയാനായിട്ട് സാധിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോസ് എല്ലാം ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.